ഹായ് ഡിയേഴ്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ എക്കണോമിക്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള 4ാമത്തെ പാർട്ടാണ്. ബജറ്റ് എന്താണെന്നും അതിൻ്റെ ഘടകങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സന്തുലിത അസന്തുലിത ബജറ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് സന്തുലിത ബജറ്റ് എന്നുള്ളത് നോക്കാം അല്ലേ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കാരിൻ്റെ ആകെ വരുമാനവും ആകെ ചെലവുകളും സമം ആകുന്ന ബജറ്റിനെയാണ് നമ്മൾ സന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് രേഖപ്പെടുത്തുന്നത്? ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവുകളുമാണ് നമ്മൾ ബജറ്റിൽ രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്. ഈ പ്രതീക്ഷിത വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീക്ഷിത വരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്ന വരുമാനം, അത്രയേ ഉള്ളൂ. അതായത് അടുത്ത മാസം ഞാൻ ചിന്തിക്കുകയാണ് എനിക്കൊരു 30,000 സാലറി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ വരുമാനം കിട്ടുമായിരിക്കും. അതാണ് എൻ്റെ പ്രതീക്ഷിത വരുമാനം. അതേപോലെ തന്നെയാണ് സർക്കാരിൻ്റെതും. അതായത് ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ആ ഒരു കാലയളവുണ്ടല്ലോ, അതിൽ പ്രതീക്ഷിക്കുന്നൊരു വരുമാനമുണ്ട്. അതാണ് പ്രതീക്ഷിത വരുമാനം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷിത ചിലവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക് അടുത്ത മാസം ഇത്ര ചിലവ് വരും, അതാണ് പ്രതീക്ഷിത ചിലവ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവുകളുമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൽ രേഖപ്പെടുത്തുന്നത്. ഈ വരവും ചെലവും താരതമ്യപ്പെടുത്തുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സന്തുലിത ബജറ്റും. രണ്ടാമത്തേതാണ് അസന്തുലിത ബജറ്റ്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സർക്കാരിൻ്റെ ആകെ വരുമാനം അതിൻ്റെ ചെലവിനോട് തുല്യമായിരിക്കാത്ത പക്ഷം അതിന് അസന്തുലിത ബജറ്റ് എന്ന് പറയാം. ഇവിടെ എന്താണ്? സർക്കാരിൻ്റെ ആകെ വരുമാനം ചെലവും തുല്യമായിരിക്കൂല, അതിനെയാണ് അസന്തുലിത ബജറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അസന്തുലിത ബജറ്റിനെ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ബജറ്റിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാണ് മിച്ച ബജറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ബജറ്റ്, രണ്ടാമത്തേതാണ് കമ്മി ബജറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബജറ്റ്. ഇനി ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷിത ചെലവിനേക്കാൾ കൂടുതലാണ് പ്രതീക്ഷിത വരുമാനമെങ്കിൽ അത്തരം ബജറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് മിച്ച ബജറ്റ് എന്ന്. ഇനി കമ്മി ബജറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷിത വരവിനേക്കാൾ കൂടുതലാണ് പ്രതീക്ഷിത ചെലവെങ്കിൽ അത്തരം ബജറ്റിനെ നമ്മൾ എന്ത് പറയും? കമ്മി ബജറ്റ്. ഇവിടെ എന്താണ്? പ്രതീക്ഷിത വരവിനേക്കാൾ കൂടുതലാണ് പ്രതീക്ഷിത ചെലവ്, അതാണ് ഏത്? കമ്മി ബജറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമ്മി ബജറ്റ് എന്താ, മിച്ച ബജറ്റ് എന്താന്നൊക്കെ മനസ്സിലായല്ലോ. ഇനി നമ്മൾ ബജറ്റ് കമ്മിയുടെ അളവുകൾ അല്ലെങ്കിൽ മെഷേഴ്സ് ഓഫ് ബജറ്ററി ഡെഫിസിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ബജറ്റ് കമ്മി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വരുമാനത്തേക്കാൾ ഗവൺമെൻറ് ചിലവാക്കുമ്പോഴാണ് ബജറ്റ് കമ്മി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഈ ബജറ്റ് കമ്മി തന്നെ പല തരത്തിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തേതാണ് റവന്യൂ കമ്മി, രണ്ടാമത്തേത് ഫിസ്ക്കൽ കമ്മി, മൂന്നാമത്തേത് പ്രാഥമിക കമ്മി. ഒന്നുകൂടെ പറയാം, ബജറ്റ് കമ്മിയെ പലതരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് റവന്യൂ കമ്മി അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ്, രണ്ടാമത്തേത് ഫിസ്ക്കൽ കമ്മി ഓർ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, മൂന്നാമത്തേതാണ് പ്രാഥമിക കമ്മി അല്ലെങ്കിൽ പ്രൈമറി ഡെഫിസിറ്റ്. ഇനി ആദ്യത്തെ റവന്യൂ കമ്മി എന്താണെന്ന് നോക്കാം. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തേക്കാൾ കൂടുതലാണ് റവന്യൂ ചെലവെങ്കിൽ അതിനെയാണ് നമ്മൾ റവന്യൂ കമ്മി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തേക്കാൾ കൂടുതലാണ് റവന്യൂ ചെലവെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റവന്യൂ കമ്മി എന്ന് പറയുന്നത്. ദൈനംദിന ചെലവുകൾ നിറവേറ്റാൻ പോലും റവന്യൂ വരുമാനം തികയാതെ വരുന്നൊരു സാഹചര്യം ഇല്ലേ, ആ ഒരു അവസ്ഥ തന്നെയാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ റവന്യൂ കമ്മി ഉള്ളപ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് നമ്മളെ ഡെയിലി ചെലവുകൾക്ക് വേണ്ടിയിട്ട് കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇതാണ് റവന്യൂ കമ്മി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനത്തേക്കാൾ കൂടുതലാണ് റവന്യൂ ചെലവ്, അതിനെയാണ് നമ്മൾ റവന്യൂ കമ്മി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫിസ്ക്കൽ കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ മൊത്തം ചെലവും വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഫിസ്ക്കൽ കമ്മി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റവന്യൂ കമ്മി ഇല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ, അത് നികത്താൻ വേണ്ടിയിട്ട് കടം വാങ്ങുന്ന തുകയും ഫിസ്ക്കൽ കമ്മിയിലാണ് പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തേതാണ് പ്രാഥമിക കമ്മി അല്ലെങ്കിൽ പ്രൈമറി ഡെഫിസിറ്റ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ ഫിസ്ക്കൽ കമ്മിയിൽ നിന്നും മുൻകാലത്ത് ഗവൺമെൻറ് വാങ്ങിയ വായ്പകൾക്കായിട്ടുള്ള പലിശ അടവുകൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഒരു തുക ഉണ്ടാവില്ലേ, അതാണ് ഈ ഒരു പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം,
ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ ഫിസ്ക്കൽ കമ്മിയിൽ നിന്നും മുൻകാലത്ത് ഗവൺമെൻറ് വാങ്ങിയ വായ്പകൾക്കായിട്ടുള്ള പലിശ അടവുകളൊക്കെ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന തുകയാണെന്ത് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രതീക്ഷിത വരവും പ്രതീക്ഷിത ചെലവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ബജറ്റുകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന് സന്തുലിത ബജറ്റും രണ്ടാമത്തത് അസന്തുലിത ബജറ്റും എന്ന് പറയുന്നത്. അസന്തുലിത ബജറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് മിച്ച ബജറ്റ് എന്നും രണ്ടാമത്തത് കമ്മി ബജറ്റ് എന്നും. പ്രധാനമായും 3 ബജറ്റ് കമ്മികളുണ്ട്. ആദ്യത്തേതാണ് റവന്യൂ കമ്മി, രണ്ടാമത്തത് ഫിസ്ക്കൽ കമ്മി, മൂന്നാമത്തത് പ്രാഥമിക കമ്മി. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അപ്പോൾ തുല്യത എക്കണോമിക്സിലെ വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.